അറിയേണ്ടത് മറ്റ് ക്യാമ്പുകളിലെ എന്തൊക്കെയാണ് അവരുടെ തീരുമാനങ്ങൾ എന്നാണ്. അത് വരാൻ എന്താണ് അൻവറിൻ്റെ തീരുമാനം എന്നതുകൂടി ആശ്രയിച്ചായിരിക്കും ആ തീരുമാനങ്ങളൊക്കെ വരുന്നത്. ഇന്നിപ്പോൾ മറ്റൊരു വിവാദത്തിന് കൂടി അവിടെ നിലമ്പൂരിൽ തുടക്കമാവുകയാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി തോറ്റതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VV പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷൗക്കത്തിനെതിരായ ഒളിയമ്പാണെന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ MV ഗോവിന്ദൻ പറയുന്നു. അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂർ വിധി എഴുതുമെന്നും അൻവർ UDF നേതാക്കളുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഉപതെരഞ്ഞെടുപ്പെന്നും ലേഖനത്തിലുണ്ട്. MV ഗോവിന്ദന് മറുപടി നൽകുന്നില്ലെന്നായിരുന്നു ഷൗക്കത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കാലത്ത് പല വിവാദങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശാഭിമാനി ലേഖനത്തിൻ്റെ അതല്ലെങ്കിൽ MV ഗോവിന്ദൻ എന്നറിയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഞാൻ അല്ലല്ലോ, അതൊക്കെ എൻ്റെ പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവരുമായി ഞാൻ ഈ ഒരു ചെറിയ സ്ഥാനാർത്ഥി സംസ്ഥാന നേതാവിൻ്റെയും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാനല്ലല്ലോ. എനിക്ക് എന്നെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇത് തെരഞ്ഞെടുപ്പല്ലേ. തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമല്ലേ. ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ആര്യാടൻ ഷൗക്കത്താണ് ദേശാഭിമാനി ലേഖനത്തോട് പ്രതികരിച്ചത്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ പതിവാണെങ്കിലും ഇതിപ്പോൾ കുറച്ചുകൂടി കൊള്ളുന്ന തരത്തിലുള്ള ആരോപണമാണ്. പ്രത്യേകിച്ച് VV പ്രകാശ് ഇന്ന് ജീവിച്ചിരിപ്പില്ല. പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ സമയത്ത് വന്ന ദിവസം വലിയ ചർച്ചയായിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്നത്തെ ലേഖനത്തിന് ഒരിച്ചിരി കനം കൂടുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ആരോപണങ്ങൾക്ക് ഇത്തിരി കനം കൂടുമെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ആര്യാടൻ ഷൗക്കത്ത് സർവ്വസമ്മതനായ സ്ഥാനാർത്ഥിയല്ല UDF-ന് നിലമ്പൂരിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ. അതാണ് CPM മുതലെടുക്കുന്നത്. ചില എതിർപ്പുകൾ, അത് വലിയ എതിർപ്പുകൾ തന്നെ പല മേഖലകളിലും ആര്യാടൻ ഷൗക്കത്തിനെതിരെയുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് CPM ലക്ഷ്യം. അത് ഏറ്റവും പ്രധാനമായി ആദ്യമായി അവർ കാണുന്നത് കഴിഞ്ഞ തവണ അൻവറിനോട് 2700 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട VV പ്രകാശിന്റെ കുടുംബത്തിന്റെ പരാതിയാണ്, അല്ലെങ്കിൽ അവരുടെ അതൃപ്തിയാണ്. അദ്ദേഹത്തിനോട് വലിയ ചതി ആര്യാടൻ ഷൗക്കത്ത് ചെയ്തു എന്ന വികാരം ആ കുടുംബത്തിനുണ്ട്. പലപ്പോഴും അവർ രഹസ്യമായും പരസ്യമായും ഒക്കെ വികാരം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോഴും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാശിന്റെ മകൾ ഇട്ടിരുന്നു. അതിലും കൃത്യമായ സന്ദേശം നേതൃത്വം നൽകിയിരുന്നു, തങ്ങൾക്ക് എത്രത്തോളം അതൃപ്തിയുള്ള തീരുമാനമാണ് ഇത് എന്ന്. ഏതായാലും അത് നാളികെത്തിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഈ ഒരു ലേഖനത്തിൽ ഈ കാര്യം MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി തോറ്റത്. VV പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷൗക്കത്തിനെതിരായ ഒളിയമ്പാണെന്ന് MV ഗോവിന്ദൻ പറയുന്നു. മാത്രവുമല്ല, ഈ ആര്യാടൻ ഷൗക്കത്ത് ഈ പാലം വലിച്ചു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ കുറച്ചുകൂടി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രസ്താവനയാണ്. നേരത്തെ തന്നെ 2700 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ അന്ന് പ്രകാശ് തോറ്റത്. പ്രകാശ് ആ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ കാത്തിരിക്കാതെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു സമ്മർദ്ദത്തിലായ അദ്ദേഹം എന്നൊക്കെ അന്ന് തന്നെ ആരോപണം ഉയർന്നതാണ്. ഏതായാലും ആ കാര്യം ഒന്നുകൂടി നിലമ്പൂർ ജനങ്ങളുടെ മനസ്സിലേക്ക്, പ്രത്യേകിച്ച് പ്രകാശ് അനുകൂലികളായ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കളുടെ മനസ്സുകളിലേക്ക് എത്തിക്കുകയാണ് CPM-ന്റെ ലക്ഷ്യം. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് അവർ ഇപ്പോൾ ആ രീതിയിൽ നടത്തുന്നത്. വൈകാരികമായ ഒരു പശ്ചാത്തലം കൂടി ഇത് ഉള്ളതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ആ അപകടം തിരിച്ചറിഞ്ഞാണ് ഇന്ന് ഷൗക്കത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.